ഞാൻ പറ ഭയങ്കര തെറ്റാണ്, നാടിനാപത്താണ്. ഒരു ഉത്തരവാദിത്തമില്ലാത്ത പ്രണയം ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പടത്തിലുള്ള സകല വൃത്തികേടുകളും ചെയ്തിരിക്കുന്നത് ഞാൻ. കോളേജാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ഉള്ളതും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം യു സി തന്നെയാണ്. യു സിയിൽ വെച്ച് യു സിയിൽ തന്നെ പഠിച്ചാൽ മതിയായിരുന്നു തോന്നിയിട്ടുണ്ട്. പിന്നെ കാരണം ഇവിടെ നിന്ന് പോയതിന് ശേഷം ഇത്രയും നല്ല ഒരു ക്യാമ്പസൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിള്ളേരായാലും ഇവിടുത്തെ സ്റ്റാഫായാലും നമ്മുടെ വീട്ടിൽ പോകുന്ന ഒരു ഫീലായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ പഠിച്ച കോളേജിൽ അങ്ങനെ പൊളിറ്റിക്സ്, പിന്നെ അടിപിടി, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു. നമ്മുടെ ഞാനിവിടെ പഠിച്ച സമയത്ത് ഞാനും എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എന്തെങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഷോയോ അല്ലെങ്കിൽ മൈമോ സ്കിറ്റോ പാട്ടോ എന്തെങ്കിലും ചവർ എല്ലാ പരിപാടിയും പേര് കൊടുക്കുക, ഒച്ച പറഞ്ഞാൽ വെള്ളം വയ്ക്കാതെ പരിപാടി. അവിടെ ചെന്നിട്ട് ഒരു വസ്തു നടക്കില്ല, പഠിത്തവും അടിയും മാത്രമേ ഉള്ളൂ. ഫുൾ ടൈം പൊളിറ്റിക്സും അടിയും മാത്രം. ഏറ്റവും നല്ല ലൈഫ് ഇവിടെയായിരുന്നു. ഞാനിപ്പോൾ എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇവിടെയാണ്, ഈ കോളേജാണ്. ഈ സ്റ്റെപ്പുകൾ, ഈ കാണുന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ അന്ന് വന്ന സെയിം ഫീൽ തന്നെയാണ്. ഇവിടെ തന്നെ ഇരിക്കണം. ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ചിരുന്നത് ഇവിടെ പറവൂരെ പഠിച്ചിരുന്നത്. അപ്പോൾ എല്ലാ ദിവസം ഈ വഴിക്ക് പോയിക്കൊണ്ട് അന്ന് ഞാൻ എല്ലാ ദിവസം ഇങ്ങനെ പോകുമ്പോൾ കാണും, ഈ കോളേജ് കാണും. ഞാൻ വിചാരിച്ചു ഒരു ദിവസം പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ് എൻ്റെ ആഗ്രഹമായിരുന്നു യു സി പഠിക്കണമെന്ന്. പിന്നെ യു സി പഠിച്ചവരൊക്കെ ഫിലിം സ്റ്റാറും എഴുത്തുകാരൊക്കെ ആയപ്പോൾ അങ്ങനെ ഇവിടെ പഠിച്ച ചിലപ്പോൾ ആ വഴി എളുപ്പത്തിന് ഇനി അങ്ങനെ ബിരിയാണി കൊടുത്താലോ. ഞാൻ 10ാം ക്ലാസ് പഠിച്ച സമയത്ത് മുതൽ ഫിലിം ഡയറക്ടർ ആവണം തന്നെയായിരുന്നു ആഗ്രഹം. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഫിലിം ഡയറക്ടർ ആവാനുള്ള ഫസ്റ്റ് റീസൺ എനിക്കൊരു ആക്ടർ ആവണമെന്നായിരുന്നു ആദ്യം ആഗ്രഹം. ഞാൻ ചാൻസ് ചോദിച്ച് ഡയറക്ടർമാർ പുറകെ നമ്മൾ ഡയറക്ടറാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് തന്നെ അഭിനയിക്കാൻ. അങ്ങനെയാണ് എനിക്ക് ആദ്യം ഫിലിം ഡയറക്ടർ തോന്നിയത്. പിന്നെ ഇവിടെ വന്നിട്ട് ഞാനൊരു ഡ്രാമ ചെയ്തു, ഞാൻ തന്നെ എഴുതി സംവിധാനം ചെയ്തൊരു നാടകം ഉണ്ടല്ലോ ഇവിടെ. അതിലാണ് എനിക്ക് മനസ്സിലായത് സംവിധാനം കൊള്ളാവുന്ന പണിയാണ്, നമുക്ക് ചെയ്ത് നോക്കാമെന്ന് വെച്ച്. ആ ഡ്രാമ ഭയങ്കര വിജയമായിരുന്നു, ഇവിടെ ഭയങ്കര ഹിറ്റായിരുന്നു. അതിന് മികച്ച ജനപ്രീതി ആർജിച്ച നാടകത്തിനുള്ള അവാർഡ് കിട്ടി. ദ സീക്രട്സ് അത് കോമഡി ആയിരുന്നു. ചുമ്മാ ഇവിടെ ഒരു എന്താ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, നാടക മത്സരം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഗ്യാങ് ഇങ്ങനെ വിടുന്നപ്പോൾ നമുക്ക് നാടകത്തില്ല, പക്ഷെ നാടകം എഴുതാനൊന്നും വയ്യ, കഷ്ടപ്പെടാൻ വയ്യ, പക്ഷെ സ്റ്റേജിൽ കയറണം എങ്ങനെയെങ്കിലും. അപ്പോഴാണ് കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവൻ്റെ അച്ഛൻ പ്രൊഡ്യൂസറായിരുന്നു, ഫിലിം പ്രൊഡ്യൂസറായിരുന്നു. ക്രൈം ഫയൽ എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യത്തെ പേര് ദി സീക്രട്ട് എന്നായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ചെയ്തൊരു പോസ്റ്റർ അവൻ കൊണ്ടുവന്നു. അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ദി സീക്രട്ട് എന്ന്. ഞാൻ പറയണം നമുക്ക് ചുമ്മാ എല്ലാവർക്കും കൂടി സ്റ്റേജിൽ കയറിയിട്ട് ദി സീക്രട്ട് എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഇറങ്ങി പോരാം. അങ്ങനെയാണ് പ്ലാൻ. ഇതാണ് നാടകം. അപ്പോൾ പ്ലാൻ ചെയ്ത് എല്ലാ ദിവസം വൈകുന്നേരം ചുമ്മാ തിരിച്ചിരിക്കുക. അപ്പോൾ ഒരുത്തും പറയാം എന്തിനാണ് വെറുതെ സ്റ്റേജിൽ കയറി മൂന്ന് ഡയലോഗ് അടിച്ച് അറിയുമ്പോൾ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടായിക്കോട്ടെ, തട്ടിക്കൂട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. വെറുതെ വീട്ടിൽ പോയി വായി തോന്നിയ കുറേ സ്റ്റോറി എഴുതി കൊണ്ടുവന്നു, അതൊക്കെ വെച്ച് ഡയറക്റ്റ് ചെയ്തു. അതവിടെ കെട്ടി കളിച്ചു, ഭയങ്കര ഹിറ്റായി. അങ്ങനെയാണ് അത് സംഭവിച്ചത് തന്നെ. വെറുതെ ഒരു പേരിന് ചുമ്മാ തമാശയ്ക്ക് ചെയ്തതാണ്. അതായിരിക്കണം എനിക്ക് ആദ്യമായിട്ട് ഒരു എന്തെങ്കിലും കഴിവുണ്ടെന്ന് തോന്നിയത്. എനിക്ക് തന്നെ സ്വയം തോന്നിയത് ഒരു ഡയറക്ടർ ആയിക്കൊള്ളാം. പിന്നെ അന്ന് മുതൽ ഞാൻ ഉറപ്പിച്ചു എനിക്ക് ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ കൃഷ്ണപ്രസാദിനടുത്ത് അന്നേ പറഞ്ഞു ചേട്ടാ ഞാൻ കുറച്ചാളുമ്പോൾ വരും, അപ്പോൾ എനിക്ക് ഏതെങ്കിലും പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് കയറ്റി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ത്രൂ തന്നെയാണ് കയറിയത്. അങ്ങനെ 2-3 പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. സപ്പോർട്ട് കിട്ടി എനിക്ക് എല്ലായിടത്തും. ഞാൻ ഡയറക്ടർ എന്നാണ് എന്നെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. സ്വയം ഞാൻ എൻ്റെ ഡയറക്ടറാണ്. ഞാൻ ഇൻഫോസിൽ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ ബാച്ചിലൊരു കുറേ പേരുണ്ടായിരുന്നു, മലയാളിച്ചടക്കം ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഡയറക്ടറാണ്. എൻ്റെ പേര് അങ്ങനെ ആക്കിയാൽ എന്നെ എല്ലാവരും ഡയറക്ടർ എവിടെ പോകണം, ഡയറക്ടർ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കത്തുള്ളൂ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറക്ടറാണെന്ന് തോന്നുന്നു. പിന്നെ വീട്ടിൽ നിന്നായാലും എപ്പോഴാണ് ഡയറക്ടർ അവിടെ എന്ന് ചോദിക്കുക. അപ്പോൾ എന്നെ അറിയാവുന്ന എല്ലാവരും ഇങ്ങനെ ചോദിച്ചു തുടങ്ങി നീ എപ്പോഴാണ് ഡയറക്ടറാവും, ഡയറക്ടറായേ പറ്റൂ എന്ന അവസ്ഥ വന്നു.
എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും പെട്ടെന്ന് അങ്ങനെ ഇതിന്. കാരണം ഞാൻ ഞാനായിട്ട് പരിചയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഫിലിം ഡയറക്ടർ ആണെന്ന് ആഗ്രഹം ഉണ്ടെന്നായിരിക്കും. അപ്പോൾ അയാൾക്ക് പറയാം എനിക്ക് ഡയറക്ടർ ആണെന്ന്. അപ്പോൾ ഇത് എന്നോട് ഇനി ആൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുകയായിരുന്നു എന്തായി കാര്യങ്ങളൊക്കെ ഒന്നും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും അത്. എല്ലാവരും എനിക്കറിയാവുന്ന ചുറ്റുമുള്ള എല്ലാവരും ഈ ഡയറക്ടർ ആവത്തെന്താ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അറിയാവുന്ന ഡയറക്ടറായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ജോലിക്ക് രാജിവെച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്വയം ഒരു വിശ്വാസം വേണം എന്താവുമ്പോഴും. അത് ഉള്ളിലുണ്ടായിരുന്നു ഭാഗ്യത്തിന്. പിന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒത്തു വന്നു. മമ്മൂക്കയുടെ ആത്മകഥയായിരുന്നു ആദ്യം ഞാൻ ഒരു പടമാക്കാൻ വെച്ചിരുന്നത്. ഞാൻ അതിൻ്റെ എഴുത്തിലായിരുന്നു. അപ്പോൾ അത് പഴയ കാലം കാണിക്കണം. ഒരുപാട് പരീക്ഷണമല്ല, കുറേ കഷ്ടപ്പാടാണ് ആ സിനിമ. അത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനത് എഴുതി അപ്പോൾ നമുക്ക് ഈ എന്താണ് ഒന്നും ആവാത്തതിൻ്റെ ഇതുണ്ടല്ലോ. ഇത്രയും കാലമായിട്ടും ഒരു 3-4 വർഷമായിട്ട് ഒരു ഡയറക്ടർ ആവണമെന്നൊരു ആഗ്രഹിച്ചിട്ടുണ്ട്. ഡയറക്ടർ ആവുന്നുമില്ല, എഴുത്തൊരു നടക്കുന്നുമില്ല. അങ്ങനെ ഫുൾ ഫ്രസ്ട്രേറ്റഡായിട്ട് വട്ടിളകിയിരിക്കുന്ന സമയത്ത് ഞാൻ അജു എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞടാ എഴുതാൻ പറ്റണല്ലോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ അജു പറഞ്ഞാൽ നിനക്ക് വേണ്ടി എഴുതാൻ വേറൊരു പയ്യനെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, വേറെ കഥ എഴുതുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി ആരാടാ മിഥുൻ എന്ന് പറഞ്ഞ പയ്യനുണ്ട്, അവൻ അറിയാവുന്നതാണ്. അപ്പോൾ എന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പം ഇതും വന്ന് എന്നോടൊരു 5 കഥ പറഞ്ഞു. ഒറ്റ ദിവസം തന്നെ 5 കഥ എന്നോട് പറഞ്ഞു. ഒരെണ്ണം പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല, അടുത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊള്ളില്ല, 3ാമത്തെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, 4ാമത്തെ പറഞ്ഞു എനിക്ക് വേണ്ട, 5ാമത്തെ ഞാൻ പറഞ്ഞു വേറെ വല്ല പറ. 5 എണ്ണം പറഞ്ഞിട്ട് ഞാൻ അവനെ ഒഴിവാക്കിയതാണ്. പിന്നെ അവൻ എന്നെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി ഒരു കഥ പറയാൻ. ഞാൻ പറയാം ആളെ ഞാൻ കുറച്ച് ബിസിയാണ് എന്ന് പറഞ്ഞ് മുങ്ങി നടക്കുമായിരുന്നു. ഒരു ദിവസം എന്നെ വിളിച്ചവൻ പറഞ്ഞു ഒരു കഥ പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കണം പ്ലീസ്, എന്നെ വെറുതെ വിടും. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ചെയ്യണ്ട, ഇത് വേറെ ആൾക്ക് വേണ്ടി വെച്ച കഥയാണ്, നിങ്ങൾ കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ശരി, ആ കഥ കേട്ട് വെറുതെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു പെൺകുട്ടി അവളൊരു നാട്ടിൽ വെച്ചിട്ട് അവളെക്കാളും പ്രായമുള്ള ഒരാളെ കാണും, അവൾക്ക് ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞിട്ട് നമ്മൾ ഇത് കുഴപ്പമില്ല, ഇത് നല്ല കഥയെന്ന്. നമ്മൾ പറഞ്ഞു ഇത് ആരെ കൊണ്ട് ചെയ്യും, ഡയറക്ടറില്ലല്ലോ. ഡയറക്ടറില്ല, പിന്നെ ഇതിനോട് വേറെ ആൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങി. ഞാൻ പറഞ്ഞു ഭയങ്കര പറയണത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. പിന്നെ ഞാൻ വീട്ടിൽ പോയി ആലോചിച്ച് പ്രണയം എന്ന് പറഞ്ഞ സാധനം എല്ലാ കാലത്തും വിറ്റുപോകുന്ന സാധനം. എത്ര വർഷം കഴിഞ്ഞാലും വിറ്റുപോകുന്ന ഐറ്റമാണ് പ്രണയവും നൊസ്റ്റാൾജിയും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു നീ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റില്ല, ഞാൻ വേറൊരു സ്റ്റൈൽ പറയാമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ആക്കി ഞാൻ പറഞ്ഞു അതിനകത്ത് മൊത്തം നമുക്ക് മിക്സ് ചെയ്യാം, എന്തെങ്കിലും പഴയകാലം മിക്സ് ചെയ്യാം, ഹ്യൂമർ വിട്ടൊരു സീൻ പോലും വേണ്ട, എല്ലാ ഹ്യൂമർ തന്നെ പറയാം. അങ്ങനെ ഞാനും ഇതിനോട് ഇരുന്ന് സംസാരിച്ച് ആണ് ഈ രൂപത്തിലെത്തിയത്. അതങ്ങനെ സംഭവിച്ചാണ്. ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് എനിക്ക് ആദ്യത്തെ സിനിമ ഇത് ചെയ്യണം, ഒരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ചെയ്യണമെന്ന് വളരെ ആഗ്രഹം തോന്നിയപ്പോൾ നല്ലൊരു കഥ വന്നപ്പോൾ ചെയ്തു പോയി. ഇത്രയും വിജയമാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്ലാൻ ചെയ്തു. പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രണയമുള്ള ആൾ ഞാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രണയം ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തൊന്നും ഉണ്ടാവില്ലല്ലോ. പ്രണയമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. എന്ത് വലിയ പരിപാടിയായാലും, എത്ര വലിയ രാജ്യമായാലും, എത്ര ചെറിയ പരിപാടിയായാലും എല്ലാത്തിലും മനസ്സിലൊരു ലവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ വിജയമാവുള്ളൂ എല്ലാത്തിനും. അപ്പോൾ പ്രണയം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇനി ഒരു ജോലി നേടണം, അവളെ കെട്ടണം എന്നൊക്കെ വിചാരിച്ച സമയത്താണ് അവൾ പോയി കളഞ്ഞത്. പിന്നെ ജോലി പെട്ടെന്നൊന്നും കണ്ടുപിടിക്കേണ്ട, വളരെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ആലോചിക്കാം. പിന്നെ പടം ഡയറക്ഷൻ മാത്രം കുറിച്ച് ആലോചിച്ചാൽ മതി, അവളെക്കുറിച്ച് ചിന്തിക്കുകയണ്ട. അപ്പോൾ നമ്മൾ ഫ്രീ ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞത്. പോയില്ലായിരുന്നെങ്കിൽ അവളെ കിട്ടി 4 പിള്ളേരുമായി അടഞ്ഞുകൂടി പോയത്. നമ്മൾ നന്ദി. പിന്നെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ജോലിക്ക് വിട്ടിട്ട് ഞാൻ വീട്ടിലാർക്ക് ഭാഗ്യത്തിന് എൻ്റെ അടുത്തുനിന്ന് ഒരു കാശ് കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ എന്നാലും എനിക്ക് എന്തെങ്കിലും കാശ് വേണമല്ലോ ജീവിക്കാൻ. എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഒരുത്തൻ വിളിച്ചിട്ട് എടാ നീ പോയിട്ടുണ്ട് അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. കണ്ടിട്ട് ഇതിൻ്റെ കാശ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ ചുമ്മാ വെച്ച് തരും. നീ ജീവിക്ക്, പട്ടിണി കിടക്കരുത്, നീ അങ്ങനെ പട്ടിണി കിടക്കണമല്ല, നീ സിനിമ പടം ഒരു ദിവസം നീ പടം ഡയറക്റ്റ് ചെയ്തിട്ട് എനിക്ക് കാശ് എന്നാൽ മതി. അങ്ങനത്തെ കൂട്ടുകാരായിരുന്നു. അത് ഞാനൊന്നും പറയാതെ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിവർ വിളിക്കാറൊന്നുമില്ല, നീ എവിടെയാണെന്ന് അന്വേഷിക്കാറുണ്ട്. പക്ഷേ എന്നെ അന്വേഷിക്കുമായിരുന്നു, നീ ഇപ്പം എന്ത് ചെയ്യണോ, നീ ഇപ്പോൾ എന്താ ചെയ്യണേ, നീ പടം ചെയ്യണ്ടേ. അങ്ങനെയുള്ള ഒത്തിരി ഒരു 10 പേരെങ്കിലും മിനിമം ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർ. അവരും പറഞ്ഞാൽ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് പഠനം ചെയ്തത്. അതൊക്കെ ഒരു യോഗമാണ്, അത് എനിക്ക് കിട്ടിയ ഭാഗ്യമാണത്. യൂസിൽ വെച്ച് ഞാൻ പ്രണയിക്കാൻ നോക്കി, നടന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഭയങ്കര കിട്ടില്ലായത്. യൂസി കോളേജിൽ ഫസ്റ്റ് ദിവസം നമ്മുടെ ക്യാമ്പസ് തുടങ്ങിയ ദിവസം തന്നെ 3 ഗേൾസിനായിരുന്നു. മിനു, ഹിമ, പിന്നെ ഒരു പെൺകുട്ടി, 3 പേരുണ്ടായിരുന്നു. കാണാൻ കൊള്ളാമെന്ന് 3 ക്ലാസ്സിൽ തന്നെ. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടായില്ല, ക്ലാസ് തുടങ്ങിയേ ഉള്ളൂ. ക്ലാസ് തുടങ്ങി പിറ്റേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന ലഞ്ച് ബ്രേക്കിൽ ഞാൻ ആദ്യം മിനുവിൻ്റെ അടുത്ത് പോയിരുന്നു. ഞാൻ പറഞ്ഞു മിനു എനിക്കൊരു കാര്യം പറയാം. മിനു പറയും എന്താണ്? ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെ തോന്നുന്നത്.
എനിക്കിത് ഇഷ്ടമാണ്. ഫോളോവർ സോറി, ഞാൻ ഓൾറെഡി ഒരാളുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പുറത്ത് നേരെ അപ്പുറത്ത് വേറെ കുട്ടിയുണ്ട് ഹിമ, അവിടുത്തെ വരുന്നത് ഹിമ. എനിക്ക് ഇത് മിനു കാണുന്നുണ്ട്, ഹിമയും കാണുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ച് തമാശയായിരിക്കും. അവർ തമാശയില്ല, സീരിയസ് ആണ്. അപ്പോൾ നീ ഇപ്പോൾ അവളോട് പറഞ്ഞല്ലോ, അതിന് കേട്ടോ അച്ഛൻ അത് വെറുതെ പറയാൻ. പിന്നെ കംപ്ലീറ്റ് ഇമേജ് പോയി, വെറും വായി നോക്കി കോഴി ഇമേജ് ആയതുകൊണ്ട് പിന്നെ പ്രേമിക്കാനേ നോക്കിയിട്ടില്ല. പിന്നെ ഞാനിവിടെ എൻജോയ് ചെയ്ത ആർമ്മച്ച് നടന്നു. പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ഇല്ല, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ കാമും ഇങ്ങോട്ട് വന്നതായിരുന്നു. ഞാൻ വേറൊരു പെൺകുട്ടിയെ വളയ്ക്കാനായിട്ട് കഷ്ടപ്പെട്ടിങ്ങനെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ഫുൾ ഡയലോഗുകൾ ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അറിഞ്ഞില്ല, അത് വളഞ്ഞു വന്നു. എന്ത് ചെയ്യാൻ ഒരു യോഗമാണുള്ളത്. പക്ഷെ രസമായിരുന്നു. അത് എനിക്ക് അതിലൊന്നും വിഷമമൊന്നുമില്ല. പേഴ്സണലാണ് ഞാൻ പറയുകയാണെങ്കിൽ നായിക പൂജ ആണെങ്കിലും അതിനുള്ളിൽ നിൽക്കുന്ന ആത്മാവ് എൻ്റെയാണ്. അവൾ കാണിക്കുന്ന എല്ലാ മണ്ടത്തരങ്ങളും സകല വികൃതി ഞാൻ കാണിച്ചിട്ടുള്ള വികൃതി തന്നെയാണ്. കഥാനായകൻ എന്ന് പറഞ്ഞാൽ ഗിരി എന്ന് പറഞ്ഞാൽ നായകൻ മിഥുൻ, അവൻ്റെ സ്വഭാവമാണ്. മിണ്ടൂല, അധികം ആരോടും മിണ്ടൂല. പക്ഷെ പൂജ നേരെ ഓപ്പോസിറ്റാണ്. ഞാനിങ്ങനെ വളർന്ന് സംസാരിക്കുകയും ചെയ്യും, എവിടെയെങ്കിലും കയറിച്ചില്ല, ഇടിച്ച് കയറിച്ചില്ല, അതൊക്കെ എൻ്റെ സ്വഭാവം. ഞാൻ അവിടെ മറ്റേ കഥാനായകനിൽ ഞാൻ എൻ്റെ ഒരു സാധനം ഇട്ടുവിടുന്ന വീഗലാൻഡിൽ വെച്ച് ഞാൻ പണ്ട് പഠിച്ച സമയത്ത് ഇതുപോലെ ഞങ്ങളുടെ ബാച്ചിൽ 2 പെൺകുട്ടികളെ ഇതുപോലെ തന്നെ സെയിം ആ പൂളിൽ നിന്ന് പിടിച്ച് കയറാൻ ഒരുത്തൻ ബാക്കിൽ പിടിച്ച് കയറ്റിയപ്പോൾ ഞാൻ അവൻ മോന്തി കടിച്ചിട്ടുണ്ട്. ആ ഒരു സീൻ മാത്രമേ എൻ്റെ ലൈഫിൽ ഞാൻ നായകനെ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ നായികയെ കൊടുത്തിട്ടുണ്ട്. നായികയാണ്. പള്ളിയിലെ വൈൻ കട്ടുപിടിക്കുന്നില്ല അജു, അത് ഞാനാണ്. അങ്ങനെ പടത്തിലുള്ള സകല വൃത്തികേടുകളും ചെയ്തിരിക്കുന്നത് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയകാലം. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു 1980കളിൽ ജീവിച്ച് മരിച്ചാൽ മതി എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫ്, അല്ലെങ്കിൽ എല്ലാവരും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതൊന്നും ഇല്ലാതിരുന്ന കാലമുണ്ടായിരുന്നു. ഞാൻ കമ്പ്യൂട്ടർ കാണുന്നത് ഇവിടെ പഠിച്ച സമയത്ത് സെക്കൻഡ് ഇയറിൽ പോകാൻ നേരത്താണ് കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കാണുന്നത്. കമ്പ്യൂട്ടർ ഞാൻ മൗസ് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ കഴ്സർ മാറി വലിച്ചു കൊണ്ടുപോയിട്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ലൈഫ് അങ്ങ് മാറി. അത് അത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ള ലൈഫിന് പെട്ടെന്ന് കമ്പ്യൂട്ടർ വരുന്നു, ഫോൺ വരുന്നു, CD വരുന്നു, ഒരു ഏരിയ മൊത്തം അങ്ങ് മാഞ്ഞു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത സാധനങ്ങളാണ് അതൊക്കെ, പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സാധനം. അപ്പോൾ അതൊക്കെ നമ്മുടെ പടത്തിൽ കൊണ്ടുവരുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മനഃപൂർവ്വം ഇട്ടത് അതെല്ലാം. അങ്ങനെ തന്നെയാണ് വീടിരിക്കാർക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം. അവർക്ക് അഴിഞ്ഞാടാം, ആർമാദിക്കാം. ബാക്കിയുള്ളവർക്ക് ഇഷ്ടംപോലെ പണിയാണ്, പഠിക്കണം, അവരുടെ ജീവിതമാണ്. അവർക്ക് ഡിഗ്രി പാസ്സായിട്ട് അവർ ജീവിക്കാനുള്ള വഴി കണ്ടെത്താനുള്ളത്. വീടിരിക്കാർ അങ്ങനെയല്ല, വീടിരിക്കാർ തോറ്റാലും കുഴപ്പമൊന്നുമില്ല, ഉഴപ്പ് നടക്കാം. അപ്പോൾ ഇവരുള്ളതുകൊണ്ട് ക്യാമ്പസിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും പരിപാടികളുണ്ടാവും. പിന്നെ എല്ലാവർക്കും കാണാൻ കൊള്ളാവുന്ന കുട്ടികളുണ്ടാവും. ഡിഗ്രി ബാച്ചിലെ കുട്ടികളായിരിക്കും ഏറ്റവും കാണാൻ പറ്റും, പാവങ്ങളുമായിരിക്കും. ക്യാമ്പസിൽ മൊത്തം ഇങ്ങനെ ഒരു ഒഴുകിയൊരു പ്രതിനിധി. യൂസിൽ അത് പേര് കോമഡി ആയിരുന്നു. ജയ് ജിങ്കോസ് എന്നായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ ജാങ്കോസ് എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഡിഗ്രി സ്റ്റുഡൻസ്. അപ്പോൾ ഈ പേര് ജാങ്കോസ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ നമുക്കൊരു ഗ്യാങ്ങിന് പേര് വേണമെന്നപ്പോൾ ഞാൻ ജാങ്കോസ് കേട്ടോണ്ട് ഞാൻ പറഞ്ഞു ജിങ്കോസ് എന്നതാണ്. ഓരോ വെറുതെ അവരുടെ ഇടി വാങ്ങിച്ചു വിട്ടണോ. ഞാൻ പറഞ്ഞു നമുക്ക് വെറും ജിങ്കോസ് വേണ്ട, ജയ് ജിങ്കോസ് എന്നാക്കാം. എൻ്റെ പടത്തിലുണ്ടോ ഓംശാന്തി ഓശാൻ എന്ന് പറഞ്ഞ ഫിലിമിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിൽ നിവിനും അജും കൂടി ക്ലാസ്സിലിരിക്കണ ഒരു മൊണ്ടാഷ് ഉണ്ട്, പഴയകാലം കാണിക്കും. അപ്പോൾ ഇവരുടെ ക്ലാസ്സിലിരിക്കുന്ന സീനിൽ ബാക്കിലെ ബോർഡിൽ ജയ് ജിങ്കോസ് എഴുതി. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ക്ലാസ് എഴുതി വയ്ക്കാം ജയ് ജിങ്കോസ്. അപ്പോൾ ഈ ഞങ്ങളുടെ ഡ്രാമയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഡ്രാമ ചെയ്യുന്ന സമയത്ത് ഞാനാണ് വിളിച്ചു വരുന്നതൊക്കെ. ഞാനാണ് മെയിൻ നായകൻ, ഞാൻ സംവിധായകൻ, ഞാൻ സ്റ്റേജിൻ്റെ ഇൻ്റർവെല്ലായിപ്പോൾ ഇൻ്റർവെല്ല പടം നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഞാൻ മൈക്കിൽ അനൗൺസ് ചെയ്യണം, ജാങ്കോസ് എന്ന മഹാപ്രസ്ഥാനവുമായി ജിങ്കോസ് എന്ന മഹാപ്രസ്ഥാനത്തിന് യാതൊരു അനൗൺസ് ചെയ്യുന്ന ഡ്രാമ തുടങ്ങിയത്. ഇപ്പോൾ ഇൻ്റർവെല്ലായി. അപ്പോൾ ഇൻ്റർവെൽ വരെ ഞാനില്ല, ഇൻ്റർവെൽ ഡ്രാമയിൽ ഞാനില്ല. ഇൻ്റർവെല്ലിന് ശേഷമാണ് ഞാനാണ് ജയൻ്റെ ആത്മാവ് കയറിയ SI. ജയൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇങ്ങനെ പറഞ്ഞു വരണം ഇൻ്റർവെല്ലാണ്. ഇതാണ് എൻ്റെ റോൾ. ഞാൻ ഇൻ്റർവെല്ലിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ജാങ്കോസ് ഗ്യാങ് എന്നുള്ള അവന്മാരെ പിടിച്ചോണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് കുത്തിനൊടിച്ച് നിന്നോടാടാ ഞങ്ങളുടെ പേര് പറയാൻ പറഞ്ഞത്, വിളിച്ചു പറയാ ബന്ധമുണ്ടെന്ന് പറയടാ, എന്താ പറയേണ്ടത്, നല്ല ബന്ധമുണ്ടെന്ന് പറയടാ. ഓക്കെ ഞാൻ മൈക്കെടുത്തിട്ട് ജയ് ജാങ്കോസ് മഹാപ്രസ്ഥാനവുമായി ജയ് ജിങ്കോസ് ഭയങ്കരമായ ബന്ധമുണ്ടെന്ന്. എന്നെ ഒറ്റ ഒന്നാണ് സ്റ്റേജിലേക്ക് മാറി. ഞാൻ പറന്ന് സ്റ്റേജിലേക്ക് എന്നെ ഉന്തി വിട്ടതാ. ആ തെന്നി തിരിച്ച് ജയം വന്നപോലെ 1 ക്ലാപ്സ് ചുമ്മാർ ഉന്തിയിട്ടതാ. മലർവാടി ആർട്സ് ക്ലബിലാണ് ആദ്യം ഞാൻ വിനീതിൻ്റെ കൂടെ വർക്ക് ചെയ്യണത്. അപ്പോൾ അന്ന് ഞാനൊരു ലാസ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ടാണ്. ക്ലബ് ബോയ് ആയിരുന്നു ഞാൻ. ഇപ്പോൾ രാവിലെ ലൊക്കേഷനിൽ വരും, വിനീത് അവിടെ നിൽക്കുന്നുണ്ടാവും, നമസ്കാരം വിനീത് നമസ്കാരം എന്ന് പറയും. ആ ബന്ധം ഉണ്ടായിരുന്നുള്ളൂ. വിഷു എന്ന ദിവസം, ആ സമയത്ത് വിഷു ആയിരുന്നു. പിറ്റേ ദിവസം വിഷു ഞാൻ അവന് രാവിലെ മെസ്സേജ് അയച്ചു, ഇന്ന് വിഷു നാളെ വെറും ഷൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഇപ്പോൾ രാവിലെ ലൊക്കേഷനിൽ വന്നിട്ട് വിനീത്
സിജു കൊണ്ടു എന്ന് പറഞ്ഞു എടാ നീയാണോ മെസ്സേജ് അയക്കുക? ഞാൻ പറഞ്ഞത് നീ ആൾ കൊള്ളാലോ, നിന്നിൽ ഇനിയുണ്ടോ ഇങ്ങനത്തെ സ്റ്റോക്ക് ചളിയായി. ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അന്ന് മുതലാണ് വിനീത് എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ എന്നെ വിളിച്ചു ചോദിക്കും, എടാ ഇതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. പിന്നെ പെട്ടെന്ന് ഞാൻ കത്തി അടിക്കുന്നതുകൊണ്ട് അവൻ ചുമ്മാ എന്നോട് കത്തി അടിക്കും. പിന്നെ ഞാൻ വന്ന് എടാന്നൊക്കെ വിളിച്ചു തുടങ്ങി. അപ്പോൾ അവന് കുഴപ്പമില്ല, എന്നെ എടാന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ അളിയാന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ തെറി വിളിച്ചു തുടങ്ങി. പിന്നെ ഭയങ്കര ബന്ധമായി. അങ്ങനെ വിനീത് ആയിട്ടുള്ള ഭയങ്കരമായ ബന്ധം എനിക്ക് എവിടെ പോയാലും എനിക്കൊരു വില ഉണ്ടായിരുന്നു. എന്നറിയാവുന്ന ഒട്ടുമിക്ക പേരും എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. ഞാനിപ്പോൾ ചുമ്മാ എടുക്കുകയാണെങ്കിൽ പോലും അവർക്കറിയാം നാളെ ഡയറക്ടർ ആ രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് ആൾക്കാരൊക്കെ ഈ കുറച്ച് പ്രായമുള്ള എൻ്റെ ബന്ധുക്കളൊക്കെ അവരെന്നെ കാണുമ്പോൾ ഭയങ്കര വിഷമത്തോടൊക്കെ നോക്കും, സഹതാപത്തോടെ നോക്കും. ഇൻഫോഴ്സൊക്കെ രാജിവെച്ചിട്ട് പെട്ടെന്ന് എന്ത് കാണിക്കണം, എനിക്കെന്താ ഉദ്ദേശം, പെണ്ണ് കിട്ടാൻ ഉദ്ദേശമൊന്നുമില്ല, ജോലിയില്ലാത്തവന് പെണ്ണ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നില്ല, ഞാൻ വീട്ടിൽ വരുന്നില്ല, കാശും ചോദിക്കുന്നില്ല, വെറുതെ വിടുന്നു പറഞ്ഞാൽ വരാം. ഇപ്പോൾ അവർ ഭയങ്കര കാണുമ്പോൾ തന്നെ ഭയങ്കര അവർക്ക് വന്നിട്ട് മാറ്റം, എനിക്ക് മാറ്റമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും പണ്ട് വായി നോക്കി കിടന്ന പോലെ തന്നെ കാണുന്നു ഇപ്പോഴും. എനിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ പടം ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകണമെന്നില്ല. എൻ്റെ പടം പൊട്ടിയെന്ന് വെച്ചിട്ട് ലോകം ഇടിഞ്ഞു വിടാൻ പോകണമെന്നില്ല. എനിക്ക് മാത്രം നഷ്ടമുള്ളൂ. അതുകൊണ്ട് ഉത്തരവാദിത്വം കൊണ്ട് ആവശ്യമൊന്നുമില്ല. എനിക്ക് അങ്ങനെ എല്ലാവരെയും പറഞ്ഞ് ബോധിപ്പിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ അങ്ങനെ ആവശ്യമൊന്നുമില്ല നമുക്ക്. ഈ ഉത്തരവാദിത്വം സാധനങ്ങളൊക്കെ ഇനി എൻ്റെ പടം സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു 3 മിനിറ്റ് വരെ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ ഉത്തരവാദിത്വമൊക്കെ ആ 3 മിനിറ്റിനുള്ളിൽ പടം കൊള്ളുന്ന പടമാണെങ്കിൽ ആൾക്കാരൊക്കെ മറക്കും. ഇവൻ കഴിഞ്ഞ പടത്തിനെക്കാളും കിട്ടുന്ന പടം അല്ലല്ലോ എന്ന് പറയുന്നില്ല. നല്ല പടമാണെങ്കിൽ അവർ കണ്ടുകൊണ്ടിരിക്കും, മോശം പടമാണെങ്കിൽ അവർ പറയും ആദ്യത്തെ പടം ഇങ്ങനെ ഹിറ്റായി പോയി കുട്ടിയെന്ന് പറയും. വർഷങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ പടം ഇതിൽ നല്ല പടം വരുമ്പോൾ അത് മറന്നും ആ സമയം കൂടെ നിൽക്കും. പടം അപ്പോൾ ഓടുന്നുണ്ടോ അപ്പോൾ ഉണ്ടാകില്ല. ഉത്തരവാദിത്വം വെച്ചിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ ടെൻഷൻ അടിക്കാന്നല്ലാണ്ട്. രഞ്ജി പണിക്കർ കാസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, മത്തായി ഡോക്ടർ എന്നുള്ളൊരു ക്യാരക്ടർ ഇങ്ങനെ മറ്റേ ഞാൻ പറഞ്ഞ അവിടുത്തോറും ഇതിനടുത്ത് പറഞ്ഞാൽ അവിടെ സ്ഥിരം കാണുന്ന ലാലുൽസ് ഒന്നും വേണ്ട. അത് സ്ഥിരം മത്തായി ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലായത് ലാലുൽസ് ആയിരിക്കും. എൻ്റെ പൊന്നു പോളെ എന്ന് പറഞ്ഞ് വരും. ഞാൻ പറഞ്ഞ അവർ വേണ്ട. മലയാള സിനിമയിൽ ഇതുവരെ അച്ഛന്മാരുടെ അഭിനയിച്ച ഒരു അച്ഛനും വേണ്ട. പുതിയ ആയാലും കാസ്റ്റ് ചെയ്യണം. പക്ഷേ പുതിയ കാസ്റ്റിംഗ് ആയതുകൊണ്ട് വേറെ ഒരു പുതിയ ആളെ കൊണ്ട് കാസ്റ്റ് ചെയ്തിട്ട് ആർക്കും മനസ്സിലാവില്ല ആരാണ്. അപ്പോൾ മലയാളിക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കണം, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരിക്കണം, അങ്ങനത്തെ ഒരാൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് കാസ്റ്റിംഗ് എന്നൊക്കെ ആലോചിച്ച് കൊച്ചു ഇഡ്ലിപ്പള്ളി വരെ ഞാൻ ആലോചിച്ചു. ഞാൻ ഇയാളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല അച്ഛൻ, ഇയാളെ വിളിച്ചു നോക്കിയാലോ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ മനസ്സിലായിരുന്നു ഇയാൾക്ക് തിരക്കായിരിക്കും, പിന്നെ ഇയാൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ എൻ്റെ പണി പോകും, എനിക്ക് വേണ്ട, അങ്ങനെ വിട്ടേക്കാം. അപ്പോഴാണ് ഇതും പറഞ്ഞത് നമുക്ക് രഞ്ജി പണിക്കർ കാസ്റ്റ് ചെയ്യാം. രഞ്ജി പണിക്കർ എങ്ങനെ ഇരിക്കണം ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇയാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ. ഞാൻ നല്ല ചിരിയാണല്ലോ, വിളിച്ചു നോക്കിയാലോ. സാർ എൻ്റെ പേര് ജൂഡെന്നാണ്, ഇങ്ങനെ മിഥുൻ്റെ ഫ്രണ്ടാണ്. ഇതിനും പുള്ളിയായിട്ട് അറിയാമായിരുന്നു. അന്ന് കാണാൻ പറഞ്ഞു പുള്ളി കണ്ടു, ഞാൻ സ്റ്റോറി പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതെ പുള്ളി പറഞ്ഞു ഞാൻ ഭയങ്കര സ്റ്റിഫാണ്, മുഖത്ത് ഭാവമൊന്നും വരുന്നില്ല, നമ്മൾ കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. പുള്ളി വന്നു. പുള്ളിക്ക് ഇഷ്ടമായിരുന്നു സാധനം ചെയ്യാനൊക്കെ, പേടിയുണ്ടായിരുന്നു അത്. ആദ്യത്തെ ഒരു ദിവസം പുള്ളി കുറച്ച് കഷ്ടപ്പെട്ടു. പുള്ളിക്ക് മനസ്സിലായില്ല എന്താണ് ഈ ഡോക്ടറിന് ഇങ്ങനെയായിരുന്നു. ഒരു സാധാരണ ഒരു ഡോക്ടറല്ല, ഒന്നും ചെയ്യാത്ത എന്ത് സംഭവിച്ചാലും ഇങ്ങനെ ഇരിക്കണം ഡോക്ടർ. ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ പുള്ളിക്ക് സംഭവം മനസ്സിലായി. പുള്ളി വെച്ചാലൊക്കെ ലാലു സാറിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പരിചയമില്ല എനിക്ക് സാറിന്. അപ്പോൾ എനിക്കൊരു സാറിനെ കാണുമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് സാറ് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമായിരുന്നു. വിസ്മയ മാക്സി കിടന്ന് ഉറങ്ങുമായിരുന്നു. അവിടെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. പുള്ളി ഉറങ്ങി കഴിഞ്ഞ് ഒരു സിഗരറ്റ് കത്തിച്ച് പറയും നമ്മൾ സ്ക്രിപ്റ്റ് പറയാനുണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. സാറ് ഒട്ടും താല്പര്യമില്ല, സിഗരറ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കത്തിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ പതുക്കെ തുടങ്ങി. അതോടെ കാരണം 10 മിനിറ്റ് സാർ ഇങ്ങനെ സിഗരറ്റൊക്കെ കിടത്തി. അപ്പോഴേക്ക് മനസ്സിലായി വീണ ഞാൻ പറഞ്ഞു ഫുൾ സ്ക്രിപ്റ്റ് ഒറ്റ സിറ്റിനൊക്കെ പറഞ്ഞു. സാറ് മൊത്തം കഴിഞ്ഞ് സാറിന് മുഖത്ത് തെളിഞ്ഞിങ്ങനെ നിൽക്കുക. സാറിന് വെച്ച് ഞാനിതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു ഇതിൽ ഒരു വേഷം ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ മറ്റേ മെക്കാനിക്കിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ മെക്കാനിക്കല്ല, അത് വേറെ ആളുണ്ട്. സാറ് ഇതിനകത്ത് എഴുത്തുകാരൻ. അയ്യോ ഞാൻ അഭിനയിക്കൊന്നുമില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര മോശം അഭിനയമൊന്നും ശവാഭിനയമാണ്, എൻ്റെ മുഖത്ത് ഭാവം വരില്ല എന്നൊക്കെ. ഞാൻ കാലുപിടിക്കുമായിരുന്നു. പിന്നെ സാറേ എങ്ങനെയും അഭിനയിക്കണം, അയ്യോ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു ശരി ഞാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒന്നും അഭിനയിച്ചതാണ്. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പുള്ളി എന്നിട്ട് പറയാം വർഷങ്ങളോളം ഞാൻ എത്രയോ പടങ്ങൾ മുഖം കാണിച്ചു. എൻ്റെ കൂട്ടുകാരടക്കം എന്നെ പറഞ്ഞു എനിക്ക് വലിയ പണിയുണ്ട്, വേറെ പണിയൊന്നുമില്ല, എങ്ങനെ നീ ആ പണിക്ക് പോകണമായിരുന്നു. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇങ്ങനെ എന്നിട്ട് അഭിനയിച്ചു. അത് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു. രഞ്ജിപ്പള്ളി സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇത്രയും വർഷം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നിട്ട് ഇത്രയും കൂടുതൽ ഫോൺ കോൾ വന്നത് ഈ ഒറ്റ പടം കൊണ്ടാണ്. ഒരുപാട് വീട്ടുകാർ അച്ഛന്മാർ അമ്മമാരൊക്കെ പുള്ളിനെ വിളിച്ചിട്ട് ഡോക്ടറെ എന്തുകൊണ്ട് വിശേഷം സുഖമെന്ന് ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കണം. അല്ലെങ്കിൽ രഞ്ജി പണിക്കർ തന്നെ ആരും വിളിക്കാറില്ല, അതാ ഡോക്ടറിനെ വിളിക്കാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഭാഗ്യമുള്ള സിനിമയായിരുന്നു.